നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. നിഷ്കളങ്കമായ വിനോദവേദി, നിർമ്മലമായ പ്രതികരണവേള. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ഓരോരുത്തരുടെയും കർമ്മങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് കേവലം രസം മാത്രമല്ല, ഗുണപാഠം കൂടിയാണ്. ഇതാ കഥാകാഴ്ചയുമായി കാട്ടിലെ കൂട്ടുകാർ. ഈശ്വര, എന്തു ചെയ്യും? ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എങ്ങനെ പണം ഉണ്ടാക്കുമെന്ന് ആർക്കറിയാം? ഈശ്വരൻ ഒരു വഴി കാണിച്ചു തന്നാ മതിയായിരുന്നു. जाने कहा गए वो दिन कहते हैं तेरी राहों में. ഗംഭീറിന്റെ പപ്പ എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത്? മനസ്സിനൊരു സുഖവും കിട്ടുന്നില്ല സാറേ. ഇതിന് മാത്രം എന്താ പ്രശ്നം? മകന്റെ കാര്യം ഓർത്തിട്ടാ. ഗംഭീർ പഠിക്കുകയല്ലേ? പഠിപ്പൊക്കെ കഴിഞ്ഞു. അവനിപ്പോ ഒരു ജോലി ശരിയായിട്ടുണ്ട്. അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നേരാ, പക്ഷേ സെക്യൂരിറ്റിക്കായി കുറച്ച് പണം കൊടുക്കണം. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതാ ടെൻഷൻ. പണം എവിടുന്ന് കണ്ടെത്തുമെന്ന് ഒരു പിടിയുമില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? അവനെ പഠിപ്പിക്കാൻ തന്നെ കുറെ പണം കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്. വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം പണം വാങ്ങി. ഇനി സാരമില്ല, ഒരു വഴിയുണ്ട്. വിഷമിക്കാതെ വരൂ. വാ, എണീക്കൂ. എന്നാ നോക്കാം. സാർ, എന്തെങ്കിലും നടക്കുമോ? ടെൻഷൻ അടിക്കാതെ, എല്ലാം ശരിയാകും. ഈശ്വര. സാറ് വന്നല്ലോ. അറിയാമല്ലോ, പലിശ അല്പം കൂടുതലാണ്. അറിയാൻ ജംബോ, അധികം വൈകാതെ തിരിച്ചു തരാം. തിരിച്ചു തന്നാൽ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ പണം തിരിച്ചടയ്ക്കാനുള്ളത് ഇരട്ടിയാകും. ഈടിനായി സ്ഥലത്തിന്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓ, ഇതാ ചേട്ടാ ആധാരം. എന്തെങ്കിലും ഒരു ഈടില്ലെങ്കിൽ ശരിയാവില്ല, അതാ. ഇതാ. ഈശ്വര. ശരി ജംബോ, എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പണം കൃത്യമായി തന്നില്ലെങ്കിൽ പലിശയടക്കം തിരിച്ചു തരാനുള്ളത് ഇരട്ടിയാവും. ഒക്കെ ഓർമ്മയുണ്ട് ജംബോ, എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ. ശരി എന്നാൽ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? പിന്നില്ലാതെ എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ദൂരമുള്ളതാ.
സർട്ടിഫിക്കറ്റും സാധനങ്ങളും ഒന്നും മറക്കരുത്. അല്ല, ബസ് എപ്പോഴാ വരിക? ബസ്സിലല്ല, കാറിലാ പോകുന്നത്. അതിനും പങ്കിലങ്കാട് വരെ നടക്കണം. അവിടെയാ വണ്ടി വരിക. കാർ ഒഴിവാക്കാമായിരുന്നു. ബസ്സുള്ളതല്ലേ, കാശ് ഒത്തിരി ലാഭിക്കാമായിരുന്നു. ഒഴിവാക്കാമായിരുന്നു സാർ. പക്ഷേ ഗംഭീരന് വാശിയാ. ബസ്സിൽ തിരക്കായിരിക്കും, ക്ഷീണിച്ചു പോകും. ആ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, പുറത്തു പോകുമ്പോൾ ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടായി എന്ന് വരില്ല. ശരിയാ, സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് ജീവിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഗംഭീരെത്തിയല്ലോ. ഞാൻ പോവാനുള്ള ഒരുക്കത്തിലായിരുന്നു സാറേ. മനസ്സിലായി ഗംഭീർ. പപ്പാ, സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു മോനെ, എല്ലാം റെഡി. ആ, ഗംഭീർ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ പോയിക്കോട്ടെ, എനിക്ക് അല്പം തിരക്കുണ്ട്. ശരി സാറേ. ശരി സാർ, ഓക്കെ. സാറേ, ഇടയ്ക്കൊന്ന് വിളിക്കണം കേട്ടോ സാറേ. ഓ, തീർച്ചയായും. സാറ് പ്രത്യേകം പ്രാർത്ഥിക്കണേ. തീർച്ചയായും പ്രാർത്ഥിക്കാം. ഇതാര്? കണ്ടിട്ട് കുറെ കാലമായല്ലോ. വമ്പൻ സാർ ഗംഭീർ വിളിക്കാറുണ്ടോ? ഉണ്ട് സാർ, കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങിയോ? കഴിഞ്ഞ മാസം പണം അയച്ചിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കുമല്ലേ? അത് പിന്നെ പറയണോ സാർ, വീടും സ്ഥലവും പണയം വെച്ചെടുത്ത പണത്തിന്റെ പലിശ കൊടുക്കാനുള്ള പണം തന്നെ കണ്ടെത്താൻ പ്രയാസമാണ്. അതൊന്നും പ്രശ്നമാക്കണ്ട, എല്ലാം റെഡിയാകും. റെഡി ആയാ മതിയായിരുന്നു. വിഷമിക്കാതെ, ഈശ്വരൻ എല്ലാറ്റിനും ഒരു വഴി കാണിച്ചു. അതെ അതെ. അല്ല, എന്താ ഗംഭീർ ഒരു ആലോചന? എന്നെ കൊണ്ടുപോയിട്ട് ഇവിടെ താമസിക്കാൻ എനിക്ക് ഈ സിറ്റുവേഷൻ ജീവിക്കാൻ ഒട്ടും പറ്റില്ല എന്നാ ഞാൻ പറയണത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? നല്ല വല്ല ഫ്ലാറ്റോ വലിയ തന്നില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. അതെന്നെ കാര്യം. നിങ്ങൾക്കറിയൂ ഞാൻ എങ്ങനെ ജീവിച്ചിരുന്ന ആളാണെന്ന്? ഗംഭീർ ഞങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങളുടെ കഥ. പപ്പ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതും ജോലിക്ക് വിട്ടതും. അതൊക്കെ ശരി തന്നെ, പക്ഷെ പപ്പ പോലെ അറിയില്ലേ ഞാൻ ഇത്ര ബാഡ് കണ്ടീഷനിൽ ജീവിക്കണതെന്ന്. പിടിച്ചു നിൽക്കണം ഗംഭീർ. എനിക്കൊന്നും പറ്റില്ല. ജോലി എന്തെങ്കിലും എടുത്ത് ഞാൻ സ്വന്തം കാട്ടിൽ ജീവിക്കും. ഒന്നുമില്ലെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടില് നല്ല ഹോംലി മീൽസും കഴിച്ച് ജീവിക്കാലോ. ഒന്നുകൂടി ആലോചിച്ചിട്ട് ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ചിലപ്പോഴേ നമ്മൾ തമ്മിൽ ഇനി കണ്ടില്ലെന്ന് വരും. ഗംഭീർ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. കൂളി കഴിഞ്ഞപ്പോ ആശ്വാസമായി. അല്ല, ഗംഭീർ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞില്ലേ? വർഷം പോയത് അറിഞ്ഞില്ലല്ലേ? ഗംഭീർ ഇപ്പൊ രക്ഷപ്പെട്ടു കാണൂലേ? എന്തായാലും ഗംഭീറിന്റെ പപ്പയുടെ കാര്യം കഷ്ടം തന്നെയാ. അത് നേരാ, കടം വീട്ടാൻ നെട്ടോട്ട് ഓടുകയാ പാവം. ഗംഭീർ പിടിച്ചു നിന്നാ പിന്നെ കടമൊക്കെ ഒരു പ്രശ്നമാണോ? പറഞ്ഞത് നേരാട്ടോ. ഞങ്ങളിപ്പോ എന്തു പറ്റി ഗംഭീർ? എന്ത് പെട്ടെന്ന് എനിക്കിന്നോട് ശരിയാവണില്ലാന്ന്. ഞാനിങ്ങ് പോന്നു. ഇനി ഇവിടെ എന്തെങ്കിലും ജോലി നോക്കണം. ശരി, ഇനി അങ്ങോട്ടേക്കില്ല, അത്ര കാര്യം. ഇവനിതിപ്പോ എന്താ പറ്റിയത്? ആർക്കറിയാം എന്താ പറ്റിയെന്ന്? പാവം അവന്റെ പപ്പ. അതെ അതെ. നീ മത്ത് പകരൂ. പപ്പ എവിടെ പോയി? പപ്പാ, ഏയ് പപ്പ, ഈ പപ്പ ഇവിടെ ഇല്ലേ? ഈ വാതിലും തുറന്നിട്ട് പപ്പ എവിടേക്ക് പോയി? ഷടാ, പപ്പാ, പപ്പ. എന്താ ചൂട്. ആരാ അത്? ഗംഭീറോ? ചേട്ടനെന്താ ഇവിടെ? പപ്പ എവിടെ പോയി? ഗംഭീർ, ഈ വീട് ഞാൻ എടുത്തു. അപ്പോ മോന്റെ പപ്പ ഇപ്പൊ വാടക വീട്ടിലാ താമസം.
ശ്ശേ, ഞാൻ ജനിച്ചു വളർന്ന വീടല്ലേ ഇത്? അയ്യോ. ശ്ശേ, ഞാൻ കളിച്ചു വളർന്ന മിറ്റം. അയ്യോ, കഷ്ടം. എന്റെ വീട് അഹങ്കാരം തലേ കയറിയ ഇങ്ങയിരിക്കും. എന്തുമാത്രം സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയ വീടായത്. അത് പോയില്ലേ എന്റെ ജോലി കാരണം. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർക്ക് സർക്കാരിൻ്റെ ധനസഹായം. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും വേണം, എന്നാലേ രക്ഷപ്പെടും. ആ വാ 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 ഗംഭീരെ. വമ്പൻ സാറോ? ആ, ഗംഭീരമുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത്. കാര്യങ്ങൾ പറഞ്ഞ് ഗംഭീരനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി വീടിന്റെ ആധാരം വെച്ചെടുത്ത പണം കൊടുക്കാതെ വന്നപ്പോ വീടും സ്ഥലവും ജംബോ കൊണ്ടുപോയി. സാറേ, എനിക്ക് തെറ്റുപറ്റി. ജോലി സ്ഥലത്ത് സൗകര്യം കുറവാണെന്ന് പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചതാ. പക്ഷെ ഇവിടെ വന്നപ്പോ ഈ വീടും ഈ ചുറ്റുപാടും. ഗംഭീർ, ഹോസ്റ്റൽ സൗകര്യത്തെക്കാൾ പരിമിതമാണ് ഈ വീട് അല്ലേ? ആ, ഇതിനും ഭേദം എന്റെ ഹോസ്റ്റലായിരുന്നു. ഓ, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അവന് ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ വിഷമിക്കാതെ നമ്മൾ ജീവിതത്തിൽ പല പ്രതിസന്ധികളും തരണം ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. ആ, ശരി. നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളിൽ പൊരുത്തപ്പെട്ട് ജീവിതത്തെ നയിക്കാൻ നമുക്ക് കഴിയണം. സാറേ, ഞാൻ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവാ. എന്നിട്ട് ആ ഹോസ്റ്റലിൽ തന്നെ താമസിക്കും. വളരെ നല്ലത് ഗംഭീർ. പോയ വീടും സൗകര്യങ്ങളും നമുക്ക് തിരിച്ചു പിടിക്കണം. അതിന് ഗംഭീർ ജോലി സ്ഥലത്തേക്ക് പോകണം. പോവാ സാറേ. ഇനി ഞാൻ എന്റെ പപ്പയെ വിഷമിപ്പിക്കില്ല. പപ്പയ്ക്ക് ഞാൻ എല്ലാം തിരിച്ചു നൽകും. ആ, വെരി ഗുഡ് ഗംഭീർ, വെരി ഗുഡ്. ഗംഭീറിനത് സാധിക്കും. അധ്വാനിക്കുന്നവനാണ് വിയർപ്പിന്റെയും അപ്പത്തിന്റെയും വിലയറിയുക. അധ്വാനിക്കുന്നവനാണ് ദൈവത്തിന്റെ അനുഗ്രഹം അറിയുക. ഗംഭീർ, നിനക്ക് ദൈവം കൂട്ടുണ്ടാകും. കഥാകാഴ്ചയുടെ ലോകത്തിൽ നിന്ന് ഇനി അക്ഷരക്കാഴ്ചയിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ, ടിങ്കുവിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തെല്ലാമാണ്? അങ്കിൾ, എനിക്ക് ഇന്ന് ചില കാര്യങ്ങൾ അറിയണം. എന്തൊക്കെയാ അറിയാനായിട്ടുള്ളത്? യേശുവിനെ ഒരുപാട് ആളുകൾ അനുഗമിച്ചില്ലേ? അതെ, ഒരുപാട് ആളുകൾ യേശുവിനെ അനുഗമിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു അങ്കിൾ? അത് യേശു ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കാണാൻ വേണ്ടി. ചിലർ യേശു ചെല്ലുന്ന സ്ഥലത്ത് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകൾക്ക് യേശു പറയുന്നത് കേൾക്കാൻ വേണ്ടി. അങ്ങനെ പല കാര്യങ്ങളുണ്ട് യേശുവിനെ അനുഗമിക്കാനായിട്ട്. അല്ല, എന്താ ടിങ്കു ചോദിക്കാൻ കാരണം? ഞാനൊരു കഥ കേട്ടായിരുന്നു. ആരുടെ കഥയാണ് കേട്ടത്? സക്കായിയുടെ കഥ. ഓ, സക്കായിയുടെ കഥ. ഓക്കെ, സക്കായി ആരാന്നറിയാമോ? അറിയാം. ആരാ? സക്കായി ചുങ്കക്കാരനാണ്. ആ, ചുങ്കക്കാരൻ മാത്രമല്ല, ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. തൻ്റെ കീഴിൽ ചുങ്കം പിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. മാത്രമല്ല, ഈ സക്കായി വളരെ ധനികനായിരുന്ന വ്യക്തിയായിരുന്നു. എനിക്കറിയാം. ഓക്കെ, പക്ഷേ ഈ സക്കായിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? അറിയാം. എന്താ? ഒക്കല്ലായിരുന്നു. ആ, വളരെ കറക്റ്റാണ്. സക്കായി വളർച്ചയിൽ കുറിയവനായിരുന്നു. വളരെ പൊക്കം കുറവുള്ള വ്യക്തിയായിരുന്നു. തനിക്ക് അത്രയും സമ്പത്തുണ്ട്, നല്ല വീടുകളൊക്കെ ഉണ്ട്, നല്ല ജോലിയുണ്ട്. പക്ഷേ തൻ്റെ ജീവിതത്തിലൊരു നിരാശ, തൻ്റെ പൊക്കം കുറവായിരുന്നു. ഈ സക്കായി യേശുവിനെ കാണാൻ പോയല്ലോ. പിന്നെ സക്കായിയുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി യേശുവിനെ കാണണമെന്ന്, അല്ലേ? അതെ അങ്കിൾ. ഓക്കെ, സക്കായി യേശുവിനെ കാണാൻ പോയപ്പോൾ യേശുവിനെ കാണാനായിട്ട് പറ്റിയോ? ആദ്യം കാണാൻ പറ്റിയില്ല. എന്താ അതിന് കാരണം? ആൾക്കൂട്ടം. ഓ, വളരെ കറക്റ്റാണ്. യേശുവിൻ്റെ കൂടെ എപ്പോഴും വലിയ ആൾക്കൂട്ടം ഉണ്ടാകും.
അതുകൊണ്ട് ഈ പൊക്കം കുറവുള്ള സക്കായിക്ക് യേശുവിനെ കാണാനായിട്ട് പറ്റില്ല. മാത്രമല്ല, ഈ സക്കായിയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എന്തായിരുന്നു ആഗ്രഹം എന്നറിയാമോ? യേശുവിനെ എനിക്കൊന്ന് കാണണം. ശരിയാണ്, യേശുവിനെ കാണണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് സക്കായി പോയത്. പക്ഷേ ആൾക്കൂട്ടം കാരണം കാണാൻ പറ്റിയില്ല. അപ്പോൾ സക്കായി എന്താ ചെയ്തത്? അവൻ ഓടി ഓടിയിട്ട് ഒരു കാട്ടത്തി മരത്തിൽ കയറി കാട്ടത്തി മരത്തിൽ കയറിയിട്ട് എന്ത് ചെയ്തു? യേശുവിനെ നോക്കിയിരുന്നു. യേശു വരുന്ന വഴിയിൽ അവൻ ഓടി ഒരു കാട്ടത്തി മരത്തിൽ കയറി യേശുവിനെ ഇങ്ങനെ നോക്കിയിരിക്കുക. ആരും കണ്ടില്ലെന്നാണ് സക്കായി വിചാരിച്ചത്. പക്ഷേ ആ മരത്തിൻ്റെ ചുവട്ടിൽ യേശു വന്നപ്പോൾ യേശു മേലോട്ട് നോക്കിയിട്ട് സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞു. നീ ഒന്ന് പറഞ്ഞേ. അപ്പോൾ എന്താ ചെയ്തത്? സക്കായി വേഗം ഇറങ്ങി വന്നു. ഓക്കെ, സക്കായിയുടെ ആഗ്രഹം യേശുവിനെ ഒന്ന് കാണുക എന്ന് മാത്രമായിരുന്നു. പക്ഷേ യേശു പറയുന്നത് എന്താണ്? സക്കായിയുടെ വീട്ടിൽ താമസിക്കും. നോക്കിയേ, സക്കായിയുടെ ചെറിയൊരു ആഗ്രഹം, അതുകൊണ്ടാണ് അവൻ ഓടിയത്, മരത്തിൽ കയറിയത്, അവൻ്റെ സമയം ചെലവഴിച്ചത്. അത് കണ്ട് യേശു പറയുകയാണ്, നിന്നോട് കൂടെ ഞാൻ താമസിക്കാനായിട്ട് പോവുക. ചെറിയ കാര്യമാണ് സക്കായി ചെയ്തത് അല്ലേ? അവൻ്റെ ചെറിയ സമയം ചെലവഴിച്ചു. അപ്പോൾ യേശു അവനോട് കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ സമയം എത്രത്തോളം യേശുവിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? നമ്മൾക്ക് ഒരുപാട് സമയമുണ്ടല്ലേ? പഠിക്കാൻ സമയമുണ്ട്, കളിക്കാൻ സമയമുണ്ട്, TV കാണാൻ സമയമുണ്ട്. പക്ഷേ യേശുവിന് വേണ്ടി എത്ര സമയം നാം ചെലവഴിക്കുന്നുണ്ട്? ഞാൻ വളരെ കുറവാണ്. ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമയം യേശുവിനും കൂടി ഉപയോഗിക്കണം. യേശുവിൻ്റെ പാട്ടുകൾ പാടാൻ, യേശുവിൻ്റെ വചനങ്ങൾ പറയാൻ, മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയാൻ. അങ്ങനെ യേശുവിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ സക്കായിയോടുകൂടെ സമയം ചെലവഴിച്ച യേശു കർത്താവ് നമ്മുടെയും ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കും. അവൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും കിട്ടും. സക്കായിയുടെ വീട്ടിൽ യേശു എന്നപ്പോൾ എന്താ ഉണ്ടായെന്നറിയാമോ? എന്താ ഉണ്ടായത്? ആളുകളെല്ലാം കൂടി. ഈ സക്കായി ആർക്കും ഇഷ്ടമല്ല, കാരണം അവൻ അമിതമായിട്ട് ചുങ്കം പിരിക്കുമായിരുന്നു. എന്നാൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. എന്താ ഉണ്ടായത്? അവന് യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ അമിതമായി വാങ്ങിയതെല്ലാം ഇരട്ടിയായിട്ട് കൊടുക്കാം. തെറ്റായ രീതിയിൽ വാങ്ങിയതൊക്കെ ഞാൻ അത് 10 മടങ്ങായിട്ട് കൊടുക്കാം. നോക്കിയേ, ഈ സക്കായിയുടെ ജീവിതത്തിലെ മാറ്റം യേശുവിനെ കണ്ടതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലെ മാറ്റം ഉണ്ടായത്. യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിച്ചതുകൊണ്ട്. കൂട്ടുകാരെ, നമ്മുടെ തെറ്റായ ചില ശീലങ്ങളൊക്കെ മാറ്റണമെങ്കിൽ യേശുവിനോട് കൂടെ നാമും നമ്മുടെ സമയം ചെലവഴിക്കണം. അങ്ങനെ നല്ല കുട്ടികളായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ മാറുവാനായിട്ട് പറ്റും. എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം കൂട്ടുകാർക്കെല്ലാം നല്ലൊരു ടാറ്റ പറഞ്ഞേ. ഓക്കേ. ആശംസകളും അഭിപ്രായങ്ങളും കൈമാറുന്ന സമയം നിങ്ങൾക്കും എഴുതാം. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. രസകരമായ പുത്തൻ എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.